തൃശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വോട്ട് ക്രമക്കേട് ആരോപണം ജനാധിപത്യ വ്യവസ്ഥയുടെ നിലനിൽപ്പിനെ വെല്ലുവിളിക്കുന്ന സമീപനമെന്ന് CPIM തൃശൂർ ജില്ലാ സെക്രട്ടേറിയറ്റ്. വോട്ടർ പട്ടിക സംബന്ധിച്ച് ഉയർന്നുവന്ന ആക്ഷേപങ്ങൾ പരിശോധനാ വിധേയമാക്കണമെന്നും പ്രസ്താവനയിൽ ആവശ്യപ്പെടുന്നു. വിവരങ്ങളുമായി ലെവിൻ കെ വിജയനാണ് ചേരുന്നത്. ലെവിൻ, ഇന്നിപ്പോൾ VS സുനിൽകുമാർ അടക്കം നിരവധി ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. അതിനു പിന്നാലെയാണ് ഇപ്പോൾ CPIM നിലപാട് വ്യക്തമാക്കുന്നത്. എന്താണ് പറയുന്നത്? സ്വാതി, ഇന്ന് ചേർന്ന CPM ജില്ലാ സെക്രട്ടേറിയറ്റിന്റേതായിട്ടുള്ള വിലയിരുത്തലാണ് ഇപ്പോൾ പ്രസിദ്ധീകരണത്തിന് വേണ്ടി തന്നിരിക്കുന്നത്. പ്രസ്താവനയായി CPM ജില്ലാ സെക്രട്ടറി തന്നെയാണ് ഈ വിഷയത്തിന്മേലുള്ള പ്രതികരണം നടത്തിയത്. ഇന്നലെ KV അബ്ദുൽ ഖാദർ നമ്മളോട് പ്രതികരിച്ചതിന് സമാനമായി തന്നെ ജില്ലാ സെക്രട്ടേറിയറ്റും വിലയിരുത്തലിലേക്ക് എത്തിയിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏറ്റവും സുതാര്യമായി പ്രവർത്തിക്കേണ്ട സ്ഥാപനമാണ്. എന്നാൽ നിഷ്പക്ഷവും സ്വാതന്ത്ര്യവുമായ പ്രവർത്തനം അവരിൽ നിന്നുണ്ടാകുന്നില്ല. ഇത് CPM കേന്ദ്ര കമ്മിറ്റി തന്നെ നേരത്തെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതാണ്. ജനാധിപത്യ വ്യവസ്ഥയുടെ നിലനിൽപ്പിനെ വെല്ലുവിളിയാകുന്ന സമീപനം കേന്ദ്ര ഭരണാധികാരികളിൽ നിന്ന് ഉയരുമ്പോൾ കൂട്ടായതും ശക്തമായതുമായ പ്രതിരോധമുണ്ടാകണമെന്നും ചൂണ്ടിക്കാണിക്കുന്ന ഈ പ്രസ്താവനയിൽ തൃശൂരിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ക്രമക്കേടുകൾ തന്നെയാണ് പ്രധാനമായും പറയുന്നത്. നഗരത്തിലെ ഫ്ളാറ്റുകളുടെ മറവിൽ സ്ഥിരതാമസക്കാരല്ലാത്തവരുടെ പേര് കൂട്ടത്തോട് ചേർത്തതിൽ അന്ന് തന്നെ CPIM പരാതി നൽകിയിരുന്നു. അന്തിമ പട്ടിക വന്നപ്പോഴാണ് താമസക്കാരല്ലാത്തവരുടെ പേരുകൾ വലിയ തോതിൽ കൂട്ടിച്ചേർത്തത്. പക്ഷേ ഇത് പരിഗണിക്കപ്പെട്ടില്ല എന്നുള്ളതും CPM ജില്ലാ സെക്രട്ടേറിയറ്റും പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏറ്റവും സുതാര്യമായി പ്രവർത്തിക്കേണ്ട സ്ഥാപനമാണ്. എന്നാൽ നിഷ്പക്ഷവും സ്വാതന്ത്ര്യമായ പ്രവർത്തനം അവരിൽ നിന്നുണ്ടാകുന്നില്ല എന്നുള്ളത് വിലയിരുത്തലിലേക്കാണ് എത്തിയിരിക്കുന്നത്. പരോക്ഷമായി പറയുമ്പോൾ